അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ ഇതിന്റെ മുമ്പ് 11 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ആ 11 ഭാഗങ്ങളും കേട്ട് മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന അറിവുകളാണ് അതിൽ ഉള്ളത്. എത്ര ധൃതി പിടിച്ച ആളുകൾക്കും കേൾക്കുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ ഭാഗങ്ങളാക്കിയാണ് നാം ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഒരു സുന്നത്തായ കാര്യമാണ്, അഥവാ വജ്ഹത്തു ഓതൽ. നിസ്കാരത്തിൽ വജ്ഹത്തു ഓതൽ സുന്നത്താണ്. എന്താണ് വജ്ഹത്തു? അതിന് പകരമായി നമുക്ക് എന്തെങ്കിലും ഓതാൻ ഉണ്ടോ? വജ്ഹത്തുവിന്റെ മാന അഥവാ അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്ലിപ്പിൽ അത് മാത്രമാണ് ഉള്ളത്. വളരെയധികം പ്രാർത്ഥനകള് ദുആഉൽ ഇഫ്തിതാഹിന് അഥവാ വജ്ഹത്തുവിന് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ഹത്തു എന്റെ പ്രാർത്ഥനയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥമാണ് ഈ ക്ലിപ്പിൽ നാം പഠിക്കുന്നത്. വജ്ഹത്തു, ഞാൻ മുന്നിടിച്ചു, വജ്ഹി, എന്റെ ശരീരത്തെ. വജ്ഹ് എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മുഖം എന്നാണ്. എന്നാൽ മുഖം എന്നാണ് പറഞ്ഞത് എങ്കിലും ശരീരമാണ് ഉദ്ദേശം. സ്കരിക്കുന്നതായ മനുഷ്യൻ അവന്റെ എല്ലാ ഭാഗവും അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മുന്നിടണം. മറ്റൊന്നിലേക്കും അവൻ തിരിയാൻ പാടില്ല. അവന്റെ ഹൃദയം കൊണ്ട് ഒരു സെക്കൻഡിൽ പോലും അവൻ മറ്റൊന്നിലേക്ക് തിരിയാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വജ്ഹ് എന്ന പദം പറഞ്ഞതിന് ശേഷം അതിനെ ശരീരം എന്ന് അർത്ഥം കൊടുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഹ്ഫ പോലെയുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. വജ്ഹത്തു ദാത്തി എന്ന് തന്നെ പറയാം. പക്ഷെ അങ്ങനെ പറയാതെ വജ്ഹത്തു വജ്ഹി എന്ന് കൊടുക്കാനുള്ള കാരണം ഒരു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളെ കൊണ്ടും അള്ളാഹുവിലേക്ക് മുന്നിടണം എന്ന ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയാണ്. കാരണം വജ്ഹ് എന്നത് ഏത് സമയത്തും മുൻഭാഗത്തേക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദം കൊടുത്തത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഉച്ചരിക്കുന്ന സമയത്ത് അഥവാ വജ്ഹത്തു വജ്ഹിയ, എന്റെ ശരീരം ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൽ കളവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന്. കാരണം നാം നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലാണ്. ആ സമയത്ത് നാം നമ്മുടെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്ക് തന്നെ ആയിരിക്കണം. വജ്ഹത്തു വജ്ഹിയ എന്ന് പറയുമ്പോൾ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ലില്ലദീ, ഒരു റബ്ബിലേക്ക് ഞാൻ മുന്നിടിച്ചു. ഫതറസ് സമാവാതി വൽ അർള്,
ഒരു മുൻ പ്ലാൻ കൂടാതെ ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു എന്നാണ് ഫത്തറ സമാവാതി വൽ അർള എന്നതിന്റെ അർത്ഥം. ഖലഖ സമാവാതി വൽ അർള എന്നല്ല പറഞ്ഞത്, ഫത്തറ സമാവാതി വൽ അർള എന്ന. ഫത്തറ എന്ന് പറഞ്ഞാൽ ഒരു മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ആകാശങ്ങൾ നാം വീടുണ്ടാക്കുന്നത് പോലെ ഒരു എഞ്ചിനീയറെ കണ്ടുകൊണ്ട് പ്ലാൻ വരപ്പിച്ചതിന് ശേഷമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നാണ് ഫത്തറ സമാവാതി വൽ അർള് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഹനീഫൻ, മറ്റെല്ലാ മതത്തിൽ നിന്നും സത്യമായ ഇസ്ലാം എന്ന മതത്തിലേക്ക് ആകൃഷ്ടനായ നിലയിൽ, എല്ലാ മതത്തിൽ നിന്നും ഇസ്ലാമാണ് സത്യമം എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായിക്കൊണ്ടാണ് ഞാൻ, അതായത് മുസ്ലിമായ നിലയിൽ, അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവരല്ല. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നിസ്കാരം, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളത് നിസ്കാരമായതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, ഇന്ന സ്വലാത്തി, എന്റെ തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ ഇബാദത്തുകളും. അപ്പൊ നുസുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനയും പെട്ടു. ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്റെ നിസ്കാരം. ആദ്യം ഒന്ന് ഖാസ് പറഞ്ഞു, പിന്നീട് ആമ്മ് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം നിസ്കാരം മാത്രം പറഞ്ഞു, പിന്നീട് അനുസുക്കി, എന്റെ എല്ലാ ആരാധനകളും. നിസ്കാരം പെട്ടു, നോമ്പ് പെട്ടു, സക്കാത്ത്, ഹജ്ജ്, ഉംറ എല്ലാം നുസുക്കിൽ പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ മഹിയായ എന്റെ ജീവിതവും, ഓ മമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന് കൂട്ടുകാരില്ല, പങ്കുകാരില്ല എന്നതുകൊണ്ട്, അതുപോലെ ഇഖ്ലാസോടുകൂടെ അവനെ ആരാധിക്കണം എന്നതുകൊണ്ട് ഒക്കെ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. വജ്ജഹ്തു എന്നതിന്റെ പൂർണ്ണമായ അർത്ഥമാണ് പറഞ്ഞത്. ഇത് ഒന്നുകൂടി കേട്ട് 2-3 തവണയെങ്കിലും കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. ഇനി വജ്ജഹ്തു ഓതാൻ സമയം ഇല്ലാത്ത സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹ്തു സുന്നത്തുണ്ട്. അപ്പോൾ നാം അവിടെ ചെയ്യേണ്ടത്, അതിനുള്ള സമയം കിട്ടുന്നില്ല എങ്കിൽ ചെറിയ വജ്ജഹ്തുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന, സുന്നത്ത് ലഭിക്കുന്ന പ്രാർത്ഥനകളും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞാൽ വജ്ജഹ്തു ഓതിയതിനുള്ള പ്രതിഫലം നമുക്ക് അസ്ലി സുന്നത്ത് കിട്ടും. തുഹ്ഫയിൽ ഒക്കെ അത് ശർവാനി സഹിതം നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ അല്ലാഹു അക്ബർ കബീറ വ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, ഇത് ചൊല്ലിയാലും മതി. അപ്പൊ തറാവീഹ് നിസ്കാരത്തിലൊക്കെ വജ്ജഹ്തു പൂർണ്ണമായി, ഇപ്പൊ നമ്മൾ ഈ ഓതിയ വജ്ജഹ്തു ഓതാനുള്ള സമയമില്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി സൂറത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതേ പ്രകാരം സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളാകെ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, യഥാർത്ഥ വജ്ജഹ്തു തന്നെ ഓതാം. ഇനി അഥവാ ഒരു ധൃതിയുള്ള ആളാണെങ്കിൽ, അങ്ങനത്തെ ജോലിയുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്നതുകൊണ്ട് വജ്ജഹ്തുവിന്റെ അസ്ലി സുന്നത്ത് കിട്ടും. അതുപോലെ അല്ലാഹു അക്ബർ കബീറ വ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, ഇതാണ് അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്. ഇനിയും വളരെയധികം പ്രാർത്ഥനകള് ഈ ഇഫ്തിതാഹിന്റെ ദുആക്ക് പകരമായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന
അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ എല്ലാവരിലേക്കും ഇതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും ചെയ്യണം. ഈ ഉള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ ചാനലിലുള്ള വളരെയധികം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി സന്തോഷവും ആഹത്തും നൽകട്ടെ. വിജയികളിൽ അവരെയും നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.